നിങ്ങൾ പേടിത്തൊണ്ടനാണോ എന്നുള്ളത് എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് അറിയാം. നിങ്ങളുടെ കമ്പനിക്കാരെ നോക്കിയാൽ മതി. നിങ്ങളുടെ കമ്പനിക്കാരെപ്പോഴും നിങ്ങളെക്കാൾ കുറച്ചും കൂടി ലെവല് കൂടിയ ആളുകളാണെന്ന് എപ്പോഴൊക്കെയോ നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബന്ധങ്ങളാവും. അല്ലെങ്കിൽ അവൻ്റെ അടിച്ചുപൊളി, അവൻ്റെ ഫാൻറ്റസി, അവൻ്റെ ഇത് അത് തേങ്ങ മാങ്ങ ചക്ക, അവൻ്റെ ബിസിനസ്, ഇങ്ങനെ നിങ്ങൾ കുറേ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്തിന്? ടു മാനേജ് യുവർ സെൽഫ്. അത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഭൂലോക പേടിത്തുറിയാണ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലെ റൗഡിമാരുമായിട്ടും ഇവരുമായിട്ടും അവരുമായിട്ടും ഒക്കെ നിങ്ങളൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ബന്ധം വെച്ച് നിങ്ങൾ കളിക്കാൻ പോണതോ സ്വന്തം വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളെക്കാളും വീക്കായ ആളുകളെടുത്തു പോകും. കാരണം എന്താ? നിങ്ങൾ ആരൊക്കെയോ ചെറുപ്പത്തില് നിങ്ങളെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പല രീതിയിൽ നിങ്ങളെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഭാഗം നിങ്ങളെ ബോഡിയിലുണ്ട്. അപ്പൊ അന്ന് നിങ്ങളോട് അല്ലെങ്കിൽ ആ കഴിവില്ലാത്തവനോട് കാണിച്ച ആ സെയിം സാധനമാണ് ഇന്ന് നിങ്ങൾ സ്വന്തം വീട്ടിൽ അമ്മയോടും പെങ്ങളോടും അമ്മയും പെങ്ങളും ആണെന്ന് തിരിച്ചറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ നന്നായിട്ട് വേദനിപ്പിച്ചിണ്. പക്ഷെ ഇത് പറയാൻ നിങ്ങൾക്ക് ആരും ഇല്ല. ഓക്കെ, നിങ്ങളുടെ ബാപ്പയാണെങ്കിൽ നിസ്കാരപ്പായിന്ന് നിങ്ങളെ തെറി പറയുന്ന ആള്, അല്ലെങ്കിൽ ഉമ്മയാണെങ്കിൽ ഉമ്മായുടെ ലോകത്ത് ഉമ്മ ജീവിക്കണ്, ബാക്കിയുള്ളവർ അങ്ങനെ പോണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ എന്താണ്? നിങ്ങൾക്ക് എവിടെയും ആശ്രയിക്കാൻ ആരെയും കാണാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അറ്റൻഷൻ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയപ്പോൾ പുറത്ത് കുറെ കോപ്രായങ്ങൾ കാണിക്കണവരെയാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോണത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ കോപ്രായം കാണിക്കണവൻ അതിനേക്കാൾ കൂടുതൽ പേടിയുള്ളവനാ, അതിനേക്കാൾ കൂടുതൽ പ്രശ്നത്തിലാ. കാരണം നമ്മള് ധൈര്യമുള്ള ഒരാളെ ഈ ലോകത്തിന് ആവശ്യമില്ല. കാരണം ധൈര്യമുള്ള ഒരാളെ ആവശ്യമുള്ളത് എപ്പോഴാ? അവന്റെ ഉള്ളിലെ പേടിയെ മറക്കാനല്ലേ അവൻ ധൈര്യം കാണിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കണ ഈ ഒഴുക്കില് എവിടെയാണ് പിന്നെ ധൈര്യം എടുക്കേണ്ട ആവശ്യമുള്ളത്? അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ എൻ്റെ പെർഫോമൻസ് എടുക്കേണ്ടത്? ബിക്കോസ് ഇറ്റ്സ് പെർഫോമിങ് ബ്യൂട്ടിഫുള്ളി, റൈറ്റ്? അത്രയും സിമ്പിളാണ് ഈ കാര്യങ്ങള്. സോ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെക്കാൾ വീക്കായിട്ടുള്ള ആളുകളെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെ ചെറുപ്പത്തിൽ ആരൊക്കെയോ ഉപദ്രവിച്ചതിന്റെ ട്രേസിനെ വീണ്ടും വീണ്ടും നമ്മൾ ഉറപ്പിക്കുക. അത് നമ്മളെ അപകടത്തിലേക്ക് മാത്രമേ എത്തിക്കുള്ളൂ. മറിച്ച് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെയും മുറിവ് മാറും, നിങ്ങളുടെ ഉള്ളിലെയും മുറിവ് മാറും. അല്ലെങ്കിൽ നിങ്ങളെന്നും ഈ മൂത്തവരെന്നും ഇളയവരെന്നുള്ള ഈ ഭാഗത്ത് എന്നും അറ്റൻഷൻ കൊടുത്തിട്ട് സ്വന്തം ജീവിതം നിങ്ങൾ ഡെസ്പറേറ്റ്ലി ഡിസ്ട്രോയിങ് എന്നുള്ള ഭാഗത്തേക്ക് മാത്രമേ പോവുള്ളൂ. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ.